സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരൊറ്റ രാത്രി നടക്കുന്ന സംഭവമാണ് കഥ. ആ ഗ്രാമത്തിൽ ഒരു വലിയ പാർട്ടി നടക്കുകയാണ്. അവിടുത്തെ ഒരു ഗുണ്ടത്തലവൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അതിനോടനുബന്ധിച്ച് ആ പ്രദേശത്തുള്ള എല്ലാ ഗുണ്ടകളെയും ആ പാർട്ടിയിലേക്ക് അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് ആ പരിസരത്തുള്ള എല്ലാ ഗുണ്ടകളും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അങ്ങനെ മറുവശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയ പോസ്റ്റിംഗ് കിട്ടി. സസ്പെൻഷന് ശേഷം പുതിയ പോസ്റ്റിംഗ് കിട്ടി നമ്മുടെ നായകൻ ചാർജ് എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മുടെ നായകനെ ചാർജ് എടുക്കേണ്ടത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. പ്രശ്നം ഉണ്ടാകുന്നതോ അവിടുത്തെ മന്ത്രിയുടെ മകനുമായിട്ട്. അവിടുത്തെ മന്ത്രിയോ ഈ ഗുണ്ടകളൊക്കെ തമ്മിൽ ബന്ധമുള്ളതും. അങ്ങനെ ഈ ഒരു സർക്കിള് കണക്റ്റഡ് ആവുകയാണ്. നമ്മുടെ നായകൻ മന്ത്രിയുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ഈ വിവരം അറിയുന്ന മന്ത്രി മക്കളെ രക്ഷിക്കാനായിട്ട് ഈ ഗുണ്ടകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നു. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ നായകൻ അന്ന് തന്നെ ചാർജ് എടുക്കുന്നു. ഇനിയാണ് കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആ മന്ത്രിയുടെ മക്കള് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടുന്നുണ്ട്. ഈ വിവരം പുറത്തറിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ചാമ്പലാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഇതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഈ പറഞ്ഞതൊന്നും തന്നെ സ്പോയിലർ അല്ല. പടത്തിൻ്റെ 10 മിനിറ്റിൽ തന്നെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടറിയേണ്ടത്. പറഞ്ഞു വരുന്നത് 2025 തുടക്കത്തിൽ ഇറങ്ങിയ മാക്സ് എന്ന് പറയുന്ന കന്നഡ സിനിമയെ കുറിച്ചാണ്. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, നായകനായി എത്തുന്നത് കിച്ച സുദീപാണ്. കന്നഡ പടമാണ്, പോരാത്തതിന് പടത്തിന്റെ പേര് മാക്സും. അപ്പൊ മാക്സിമം മാസ് തന്നെ പടത്തിലുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ മാക്സിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് പടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് മാക്സ്. പക്ഷെ പുതുമയുള്ളൊരു സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും പടം സമ്മാനിക്കുക. നമുക്കറിയാം ആ ഒരു ടെംപ്ലേറ്റ്, ഒരു മാസ് പടത്തിൻ്റെ ടെംപ്ലേറ്റ് നമുക്കറിയാം. ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെയാണ് പടം പോകുന്നതും. അപ്പോൾ അതിനെ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതിനനുസരിച്ച് വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം മികച്ച രീതിയിൽ തന്നെ വന്നപ്പോൾ നല്ലൊരു അനുഭവം തന്നെ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും. പക്ഷേ ബാക്കി കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, കഥയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള രീതിയിലൊക്കെ തന്നെയാണ് കഥയുടെ പോക്കൊക്കെ തന്നെ. എന്നിരുന്നാലും ആ ഒരു അവതരണമാണ് ചിത്രം കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കിച്ച സുദീപിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ്, അതൊക്കെ തന്നെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള നടൻ കൂടിയാണ് കിച്ച സുദീപ്. അപ്പോൾ ആ ഒരു സ്വാഗതം അദ്ദേഹത്തിൻ്റെ ഫൈറ്റിൽ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ്. കൈദിയൊക്കെ കണ്ടതുപോലെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിലുള്ളത്. നേരം വെളുക്കുമ്പോഴത്തേനും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും ഒന്ന് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പടത്തിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചില നെഗറ്റീവ് ഡയറക്ടർ ഇട്ടതാണ് എന്ന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളും പടത്തിലുണ്ട്. അതിലൊന്നാണ് ഈ അടുത്തായി വെറുപ്പിര് നടൻ എന്ന വിശേഷണം കിട്ടിയ റെഡ് കിങ്സ്ലിയുടെ പ്രകടനം. എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാ സംസ്ഥാനങ്ങളിലും പോയി വെറുപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. അടുത്തത് മലയാളത്തിലാണ് എന്നതും കൂടി മറക്കണ്ട. 2024 അവസാനത്തിൽ കായ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി അവിടെയും തുടർന്നു. കങ്കോയിൽ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ കന്നഡയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അദ്ദേഹമുണ്ട്. പാൻ ഇന്ത്യൻ വെർപ്പിക്കൽ സ്റ്റാർ എന്നുള്ള പട്ടം എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം സ്വന്തമാക്കുമെന്നത് തീർച്ചയാണെന്ന് തന്നെ തോന്നുന്നു. അതിനൊപ്പം വില്ലന്മാരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ സുനിലും കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ചെയ്യുന്ന റോള് നല്ല വെടുപ്പായിട്ട് തന്നെ ചെയ്തിട്ട് പോകും. ഇതൊരു അടിപൊളി 100ൽ 100 കൊടുക്കാൻ പറ്റിയ ചിത്രമെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ എന്താ പറയുക, ആ ഒരു മാസ് സിനിമകൾ, മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആ ഒരു BGM എല്ലാം കേട്ട് ഇങ്ങനെ കൂടിത്തിരിച്ച് കണ്ടിരിക്കുന്ന അത്തരം ചിത്രങ്ങളോട് പ്രിയമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയാണ് മാക്സ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനോടൊക്കെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞവരായിരിക്കാം. കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ അത് കാണുന്നവർക്ക് കുറച്ചുകൂടെ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതിന് മുമ്പ് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു കന്നഡ പടമാണ്. എങ്ങനെയാണോ നിങ്ങൾ തെലുങ്ക് പടത്തെ സമീപിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കന്നഡ പടത്തെയും കൂടെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇച്ചിരി ലോജിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഒരു പടത്തെ സമീപിക്കുക. ഇതൊരു മരണക്കളി തന്നെയാണ്. കാരണം മന്ത്രിയുടെ മക്കൾ മരിച്ചു എന്നുള്ള കാര്യം പുറത്തറിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നമുക്ക് തന്നെ അറിയാം. അതും ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചു എന്നറിഞ്ഞാലോ. അതേസമയം ആ പ്രദേശത്തുള്ള എല്ലാ ഗുണ്ടകളും അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ ഇത്ര കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോലീസ് സ്റ്റേഷന് മാത്രം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. ഈ ഒരു മരണക്കളിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കിച്ച സുദീപിനാവൂ എന്നതാണ് ചോദ്യം. അതെന്തൊരു ചോദ്യമാണല്ലേ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ടിസ്റ്റുകളൊക്കെ ഒളിപ്പിച്ച് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഇതുവരെ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഒരു മാസ് ആക്ഷൻ സിനിമ പ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.